ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത് മൊഡ്യൂൾ 6 ആണ്. മൊഡ്യൂൾ 6 നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് കൺസോളിഡേഷൻ ആണ്. ഒന്നോടെ പറയാം കൺസോളിഡേഷൻ എന്താണെന്ന്. ഒരു സാച്ചുറേറ്റഡ് ആയിട്ടുള്ള, അതായത് വെള്ളം നിറഞ്ഞിരിക്കുന്ന ക്ലേയി സോയിലിലേക്ക് ലോഡ് വരുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ അതിന്റെ പുറത്ത് എന്തെങ്കിലും കൺസ്ട്രക്ട് ചെയ്യുമ്പോഴത്തേക്കും ഇതിനുള്ള വാട്ടറിലെ പ്രഷർ കൂടും. വാട്ടർ ആദ്യമേ പ്രഷർ എടുക്കും. വാട്ടറിലെ പ്രഷർ കൂടിയിട്ട് ഒരു എക്സസ് പോർ വാട്ടർ പ്രഷർ ഉണ്ടാവും. ഈ പോർ വാട്ടർ പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് സെറ്റ് ചെയ്തിട്ട് ഈ വെള്ളം ഇതിൽ നിന്ന് പുറത്തോട്ട് ചാടും. വെള്ളം ഇതിൽ നിന്ന് പുറത്തോട്ട് ചാടുമ്പോൾ ഓയിഡ്സ് ഒക്കെ കാലിയാവും. ഓയിഡ്സ് കാലിയാവുമ്പോൾ ലോഡ് വരുമ്പോഴത്തേക്കും അത് കുറച്ചും കൂടെ കംപ്രസ്ഡ് ആവും. അതായത് ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് സെറ്റിൽമെന്റ് ഉണ്ടാവും. സെറ്റിൽമെന്റ് അതായത് വോളിയം റെഡ്യൂസ് ആവും. വോളിയം റെഡ്യൂസ് ആവുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യും. സോ ഇതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. ഈ പ്രോസസ്സ് മൂലമാണ് നമ്മുടെ സോയിലിലൊക്കെ സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണ് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ക്ലേയി സോയിൽ. അപ്പോൾ നമ്മൾ ലാബിൽ അത് ടെസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ചെറിയൊരു സാമ്പിൾ എടുത്തു. അതൊരു സർക്കിൾ, ഇങ്ങനത്തെ ഒരു സിലിണ്ടറിക്കൽ ആയിട്ടുള്ള മണ്ണിന്റെ ഒരു സാമ്പിൾ ആണ്. ഇങ്ങനെ ഒരു സാമ്പിൾ എടുത്തു. ഈ സാമ്പിളിൽ നമ്മൾ എന്ത് ചെയ്തു, സാച്ചുറേറ്റ് ചെയ്തിട്ട് ഇതിന്റെ മുകളിൽ നിന്നൊരു ലോഡ് കൊടുത്തു. അപ്പൊ നമ്മൾ പല ലോഡിനെ സ്ട്രെസ് ആയിട്ട്, ലോഡ് ബൈ ഏരിയ സ്ട്രെസ് ആയിട്ട് പല സിഗ്മ കൊടുത്തു. 0, 20, 40, 60 എന്നൊക്കെ പറഞ്ഞു പല സിഗ്മ കൊടുത്തു. കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. എന്നിട്ട് ഡയൽ ഗേജ് റീഡിംഗ് എടുത്തു. ഡയൽ ഗേജ് റീഡിംഗ് എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡയൽ ഗേജ് റീഡിംഗ് വരുന്നുണ്ട്. ഇത് അതിന്റെ തിക്നെസ് ആണ് മെഷർ ചെയ്യുന്നത്. അപ്പൊ 0 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ആയിട്ടുള്ള സോയിലിന്റെ തിക്നെസ്, ഇനീഷ്യൽ തിക്നെസ്. പിന്നെ എന്ന് പറയുന്നത് അടുത്ത ലോഡ് കൊടുക്കുമ്പോൾ എത്രമാത്രം തിക്നെസ്, പിന്നീട് എത്ര തിക്നെസ് ആയിട്ട് മാറി. അതായത് അടുത്ത 20 കൊടുക്കുമ്പോഴത്തേക്ക് എത്ര തിക്നെസ് ഉണ്ടായി, 40 കൊടുക്കുമ്പോൾ എത്ര തിക്നെസ് ഉണ്ടായി, 60 കൊടുക്കുമ്പോൾ തിക്നെസ് ഉണ്ടായി. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ ഡയൽ ഗേജ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഓരോ സമയത്തെയും ആ സോയിലിന്റെ ഹൈറ്റ് എത്ര വ്യത്യാസം ഉണ്ടെന്നാണ് കാണിക്കുന്നത്. അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചേഞ്ച് ഇൻ തിക്നെസ്. അത്രമാത്രം ആ സോയില് സെറ്റിലായി, കംപ്രസ്ഡ് ആയി. ഈ രണ്ട് ഇനീഷ്യൽ റീഡിങ്ങും ഈ റീഡിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 കിലോ ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം, ഇത് 400ഉം ഇത് 382 ആണെങ്കിൽ വ്യത്യാസം എത്രയാ, 8 ഇപ്പൊ 8 mm ആണെങ്കിൽ 8 mm അത് കംപ്രസ്ഡ് ആയി. ഇനി 382 നിന്ന് 370 ആയെങ്കിൽ അത് 12 ആയി, 12 mm. അതായത് 382 നിന്ന് 370 ആയി 40 കൊടുത്തപ്പോ. അപ്പോൾ തിക്നെസ് വേരിയേഷൻ ഉണ്ടായി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതായത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് സിഗ്മയും കിട്ടും, സിഗ്മയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹൈറ്റിലുള്ള വേരിയേഷൻ കിട്ടും. അതായത് ഡയൽ ഗേജ് റീഡിംഗ് തമ്മിലുള്ള മൈനസ് ചെയ്ത് ഡെൽറ്റ എച്ച്, ഓരോ പ്രാവശ്യം ലോഡ് കൊടുക്കുമ്പോൾ എത്ര തിക്നെസ് വേരിയേഷൻ ഉണ്ട്. ഈ രണ്ട് വാല്യൂസ് ആണ് നമുക്ക് ലാബ് ടെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. പക്ഷേ കൺസോളിഡേഷന്റെ ഒബ്സർവേഷൻസ് ആണ്, ഇതാണ് ഒബ്സർവേഷൻ നമ്മൾ ആ ടെസ്റ്റ് ചെയ്യുമ്പോൾ എടുക്കുന്നത്. പക്ഷെ ഈ ഒബ്സർവേഷൻ വെച്ചിട്ട് നമ്മൾ റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കാര്യം കൂടെ കണ്ടുപിടിക്കണം. ആ കാര്യം എന്ന് പറയുന്നത് ഓരോ സമയത്തുമുള്ള അതിലുള്ള വോയിഡ് റേഷ്യോ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതായത് സിഗ്മ കൊടുക്കുമ്പോൾ നമുക്ക് ഡെൽറ്റ എച്ച് നമുക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടും. നമുക്ക് ഡെൽറ്റ എച്ച് അല്ല വേണ്ടത്, ആണ് വേണ്ടത്. അതായത് ഓരോ ലോഡിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേണം. അപ്പൊ ഡെൽറ്റ എച്ചിന് നമുക്ക് എല്ലാത്തിനെയും എന്തിലേക്ക് മാറ്റണം, ഓരോ സമയത്തും ഓരോ ലോഡ് കൊടുക്കുമ്പോൾ ഓരോ സമയത്തും അതിന്റെ വോയിഡ് റേഷ്യോ ഇതിലേക്ക് മാറ്റണം. അപ്പോൾ ഇതിനു വേണ്ടി രണ്ട് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. അത് രണ്ടൊരു ടാബുലാർ കോളം പോലത്തെ ഒരു മെത്തേഡാണ്. അത് ഒബ്സർവേഷൻ എടുത്തിട്ട് നമ്മൾ റിസൾട്ട് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നൊരു കാൽക്കുലേഷൻ ആണ്. രണ്ട് മെത്തേഡ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് സോളിഡ് മെത്തേഡ്. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള പ്രോബ്ലം ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഹൈറ്റ് ഓഫ് സോളിഡ് മെത്തേഡ് and change in void ratio method. ഈ രണ്ട് മെത്തേഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ സിഗ്മയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെൽറ്റ എച്ച് കിട്ടും. പക്ഷെ നമുക്ക് റിസൾട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് സിഗ്മയുടെയും ഇയുടെയും ടേംസിലാണ്. അപ്പോൾ
ഡെൽറ്റ എച്ചിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇ ആക്കി മാറ്റണം. ഇ ആക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന രണ്ട് മെത്തേഡാണ് ഹൈറ്റ് ഓഫ് സോളിഡ് മെത്തേഡും ചേഞ്ച് ഇൻ വോയിഡ് റേഷ്യോ മെത്തേഡും. ഈ രണ്ട് മെത്തേഡുമാണ് നമുക്ക് പഠിക്കേണ്ടത്. ഇതിനകത്ത് ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നതാണ് ഹൈറ്റ് ഓഫ് സോളിഡ് മെത്തേഡ്. ഹൈറ്റ് ഓഫ് സോളിഡ് മെത്തേഡ് ഹൈറ്റ് ഓഫ് സോളിഡ് മെത്തേഡ് ഹൈറ്റ് ഓഫ് സോളിഡ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ നമുക്കൊരു സോയിലിന്റെ സാമ്പിൾ എടുക്കും. ആ സാമ്പിളിൽ നമ്മൾ വെള്ളമൊന്നും അധികം ഉണ്ടാക്കിയിട്ടില്ല, വെള്ളമുണ്ടെങ്കിൽ തന്നെ കുഴപ്പമില്ല. ഇതിന്റെ ഇനീഷ്യൽ ആയിട്ടുള്ള ഹൈറ്റ് ഓഫ് സോളിഡ്സിന്റെ ഹൈറ്റ്, വാട്ടർ ഒന്നുമല്ല സോളിഡ് മാത്രം വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഹൈറ്റ് ഓഫ് സോളിഡ്സിന്റെ കണ്ടുപിടിക്കണം. ഹൈറ്റ് ഓഫ് സോളിഡ് കണ്ടുപിടിക്കണേ HS എന്ന് പറയുന്നത് HS ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് സോളിഡ് ഡിവൈഡഡ് ബൈ ഏരിയ. വോളിയം ഡിവൈഡ് ബൈ ഏരിയ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഹൈറ്റ് കിട്ടും. ഇനി വോളിയം എന്ന് പറയുന്നത്, വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, വോളിയം ഓഫ് സോളിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, മാസ് ഓഫ് സോളിഡ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് സോളിഡ്. നമ്മൾ G എന്ന് പഠിച്ചിട്ടുണ്ട്, റോ എസ് ബൈ റോ W, ഡെൻസിറ്റി ഓഫ് സോളിഡ് ടു ഡെൻസിറ്റി ഓഫ് റോ എസ്. അപ്പൊ ദെൻ റോ എസ് ഈസ് ഈക്വൽ ടു G ഇൻറ്റു റോ W. ഈ റോ എസിന് പകരം നമ്മൾ G റോ W സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ VS എന്ന് പറയുന്നത് MS ഡിവൈഡഡ് ബൈ ഈ റോ എസിന് പകരം G റോ W. അപ്പോൾ VS പകരം MS ബൈ G റോ W. ഈ ഇക്വേഷനിൽ VS പകരം നമ്മൾ MS ഡിവൈഡഡ് ബൈ G റോ W ബാക്കി അവസാനിക്കുന്നത് A. ഇതാണ് ഹൈറ്റ് ഓഫ് സോളിഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഹൈറ്റ് ഓഫ് സോളിഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ MS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള ഡ്രൈ സോളിഡിന്റെ വെയിറ്റ്, G എന്ന് പറയുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി, A എന്ന് പറയുന്നത് ഈ സാമ്പിളിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ, ആൻഡ് റോ W എന്ന് പറഞ്ഞാൽ വാട്ടറിന്റെ ഡെൻസിറ്റി. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് റോ എസ് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ് വോയിഡ് റേഷ്യോ? E എന്ന് പറയുന്നത് വോളിയം ഓഫ് വോയിഡ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സോളിഡ് ആണ്. വോളിയം ഓഫ് വോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ വോളിയം ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സോളിഡ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സോളിഡ് ആണ്. അപ്പോൾ E എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ കൂടെ എഴുതാം. E എന്ന് പറയുന്നത് E ഈസ് ഈക്വൽ ടു V മൈനസ് VS ഡിവൈഡഡ് ബൈ VS. വോളിയം എന്നുള്ളത് ഞാൻ ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ വോളിയം ഓഫ് സോളിഡ് എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ഹൈറ്റ് ഓഫ് സോളിഡ് ഡിവൈഡഡ് ബൈ ഏരിയ ഇൻറ്റു ഹൈറ്റ് ഓഫ് സോളിഡ്. എല്ലാത്തിൽ നിന്നും ഏരിയ എടുത്ത് ക്യാൻസൽ ഞാൻ H മൈനസ് HS ഡിവൈഡഡ് ബൈ HS. അതായത് ഏതെങ്കിലും ഒരു ടൈമിലെ E എന്ന് പറയുന്നത് H ആ സമയത്തുള്ള ഹൈറ്റ് മൈനസ് HS ഡിവൈഡഡ് ബൈ HS. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഈ രണ്ട് ഇക്വേഷൻ ഓർത്തിരിക്കുക. HS ഈസ് ഈക്വൽ ടു MS ഡിവൈഡ് ബൈ G റോ W ഇൻറ്റു A, VS ഡിവൈഡ് ബൈ A വെച്ചിട്ടാണ് ചെയ്യുന്നത്, G റോ W ഡിവൈഡ് ബൈ HS. ഇത് ഓർത്തിരിക്കുക, ഒന്നാമത്തെ ഇക്വേഷൻ. ഇനി ഈ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഹൈറ്റ് ഓരോ സമയത്ത് ഹൈറ്റ് അറിയാമെങ്കിൽ H മൈനസ് HS ബൈ HS ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സമയത്തുള്ള വോയിഡ് റേഷ്യോ കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ അതെങ്ങനെയാണ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഹൈറ്റ് ഓഫ് സോളിഡ് മെത്തേഡ്. ആ രണ്ട് ഇക്വേഷൻ ഇതാണ് ഹൈറ്റ് ഓഫ് സോളിഡ് മെത്തേഡിൽ. ഒബ്സർവേഷൻ എന്ന് പറയുന്നത് നമ്മൾ ലാബിൽ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്ന ഒബ്സർവേഷൻ. അതായത് സീറോ ലോഡ് കൊടുത്തു 10, 20, 40, 80, 160, 320 ഇത് ഓരോന്ന് കൊടുത്തപ്പോൾ അതിന്റെ ഡയൽ ഗേജ് റീഡിംഗ്, അതായത് ഡയൽ ഗേജ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ എന്തിന്റെ റീഡിംഗ് ആണ്? ആ സോയിൽ സാമ്പിളിന്റെ ഡയൽ ഗേജ് റീഡിംഗ് തമ്മിലുള്ള വ്യത്യാസമാണ് തിക്നെസ് എന്ന് പറയുന്നത്. ഇനീഷ്യൽ ഡയൽ ഗേജ് റീഡിംഗ് 490 ആണ്. 490 എന്നുള്ള ഇനീഷ്യൽ ഡയൽ ഗേജ് റീഡിംഗ് ആണ്. 10 എന്ന് പറയുന്ന ലോഡ് കൊടുത്തപ്പോൾ 482 ആയി. പിന്നെ 20 എന്ന് പറഞ്ഞ ലോഡ് കൊടുത്തപ്പോൾ 470 ആയി. അതിന്റെ മീനിങ് എന്താ? ഈ 490 നിന്നും 482 ഡയൽ ഗേജ് റീഡിംഗ് മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡയൽ ഗേജ് റീഡിങ്ങിന്റെ സാധാരണ ഡയൽ ഗേജ് റീഡിങ്ങിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 0.01 mm ആണ്. 0.01 mm. അപ്പൊ ഇവിടെ വ്യത്യാസം എന്ന് പറയുന്നത് 8 വ്യത്യാസമുണ്ട്. 8 പോയിന്റ് റീഡിംഗ് വ്യത്യാസമുണ്ട്. ആ 8 ഇൻറ്റു 0.01 ചെയ്യണം. അതെന്ന് പറഞ്ഞാൽ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് ഡയൽ ഗേജിന്റെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് 0.01 mm ആണ്. അപ്പൊ 0.08 ഇത് mm ലുള്ള റീഡിംഗ് ആണ്.
487 നിന്നും 470 അതിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 വ്യത്യാസം വന്നു. 12 വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 × 0.01 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയൽ ഗേജ് റീഡിങ്, അതായത് 12 റീഡിങ് പുറകോട്ട് മാറി. 12 റീഡിങ് വ്യത്യാസം വന്നു. ഒരു റീഡിംഗ് എന്ന് പറയുന്നത് 0.01 ആണ്. അപ്പൊ 12 × 0.01 എന്ന് പറഞ്ഞാൽ -0.012. ഇതുപോലെ ഓരോന്നും ചെയ്യണം. അന്നേരം നമുക്ക് ഓരോ വാല്യൂസ് കിട്ടും. 0.012 ഞാൻ ഒരു കാര്യം കൊണ്ട് എഴുതാം. 0.039, അതായത് 470 നിന്ന് 339 വ്യത്യാസം വന്നു. ഇതൊക്കെ 0.0 ആണ്. 0.12, 0.39 അങ്ങനെയാണ് ഇതല്ല. അപ്പൊ വ്യത്യാസം ഇത്രമാണ് തിക്നെസ്സിലുള്ള വേരിയേഷൻ വന്നത്. അതായത് 0 നിന്നും 10 വന്നപ്പോൾ 0.08 വ്യത്യാസം വന്നു. 10 നിന്നും 20 വന്നപ്പോൾ 0.12. ഈ വ്യത്യാസം നെഗറ്റീവ് എന്ന് പറയുന്നത് അത് കുറഞ്ഞത് കാരണമാണ് നെഗറ്റീവ് ഇട്ടിരിക്കുന്നത്. ഇനി ഈ നമ്മൾ എടുത്ത സോയിൽ സാമ്പിൾ ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു തിക്നെസ് എന്ന് പറയുന്നത് H ആണ്. അതിന്റെ ഹൈറ്റ് ഓഫ് സോളിഡ് അല്ല, അതിന്റെ നമ്മൾ സ്കെയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വെർനിയർ കാലിപ്പർ വെച്ച് സാധനത്തിന്റെ തിക്നെസ് എടുക്കുന്ന ആ തിക്നെസ്സിനെയാണ് 25 mm തിക്നെസ് ഉള്ള സാധനമായിരുന്നു. ആ സാധനത്തിലേക്ക് 10 kN/m² സ്ട്രെസ് കൊടുത്തപ്പോൾ അതിലെ വ്യത്യാസം എന്ന് പറയുന്നത് 0.08 ആയി മാറി. അപ്പൊ 25 നിന്നും 0.08 കുറഞ്ഞു. അപ്പോൾ 24.92 ആയി. പിന്നെ 24.92 നിന്നും 0.12 കുറഞ്ഞു. 0.12 കുറഞ്ഞപ്പോൾ 24.8 ആയി. 24.8 ആയിരുന്ന സ്ഥാനത്തിലേക്ക് പിന്നെ 20 നിന്ന് 40 സ്ട്രെസ്സിലേക്ക് ആക്കിയപ്പോൾ 0.39 കുറഞ്ഞു. 39 കുറഞ്ഞു എന്ന് പറഞ്ഞാൽ 24.41. ഇങ്ങനെ ഓരോന്നിലെയും ഓരോ സമയത്തുള്ള ഹൈറ്റ് കണ്ടുപിടിക്കണം. ഹൈറ്റ്, അതിന്റെ വ്യത്യാസം. ഇത് ഹൈറ്റ് കുറഞ്ഞ എത്ര ഹൈറ്റ് ആണെന്ന് പറഞ്ഞാൽ അപ്പൊ ഇനീഷ്യൽ ഹൈറ്റ് അറിയാമെങ്കിൽ ഓരോ സമയത്തുള്ള ഹൈറ്റ് അറിയാം. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് HS എന്ന് പറയുന്ന വാല്യൂ കണ്ടുപിടിക്കണം. HS എന്ന വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യനിൽ MS, G, റോ W, A ഒക്കെ തന്നിരിക്കും. അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു HS എന്ന് പറഞ്ഞ വാല്യൂ കിട്ടും. ഈ കേസിൽ HS എന്ന് പറയുന്ന വാല്യൂ നമ്മൾ ഇവിടെ നോക്കിയാൽ മതി. ഈ കേസിൽ HS എന്ന് പറയുന്ന വാല്യൂ ഞാൻ പറഞ്ഞുതരാം. 14.25, അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. 14.25 mm ആണ്. HS എന്ന് പറഞ്ഞാൽ ഒരു സാമ്പിളിനെ സംബന്ധിച്ച് ഒറ്റ HS ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ 25 - HS ഓരോ പ്രാവശ്യവും ചെയ്തിട്ടുള്ള വാല്യൂ ആണ് ഈ കോളത്തിൽ എഴുതേണ്ടത്. 25 - HS 25 - 14.25 അതാണ് 10.75. ഇനി 24.92 മൈനസ് അതാണ് അവിടുത്തെ H എന്ന് പറയുന്നത്. H - HS എന്ന് പറയുന്നത് 14.25 ആണ്. 14.25 കുറയ്ക്കുമ്പോൾ 10.67. അതുപോലെ തന്നെ 10. നിങ്ങളൊന്ന് ചെയ്ത് ഫുൾ പ്രോബ്ലം തരാതെ ചെയ്ത് നോക്കണം. അപ്പോൾ ഓരോ H - HS എന്ന് പറഞ്ഞ ഒറ്റ വാല്യൂ ഉള്ളൂ. പിന്നെ E കണ്ടുപിടിക്കും. E = H - HS, അതുകൊണ്ട് ഡിവൈഡഡ് ബൈ HS കൊണ്ട് ചെയ്യുക. 0.754, 0.748, 0.740. സോ ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത് നമുക്ക് ആദ്യമേ സ്ട്രെസ്സിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയൽ ഗേജ് റീഡിംഗ് ചേഞ്ച് ഇൻ തിക്നെസ് ആണ് ഉണ്ടായിരുന്നത്. ചേഞ്ച് ഇൻ തിക്നെസ് അല്ല നമുക്ക് വേണ്ടത്, വോയിഡ് റേഷ്യോന്റെ ടേംസിലേക്ക് ആക്കണം. അതായത് ഈ ഓരോ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇയുടെ വാല്യൂ കിട്ടി. അപ്പൊ ഇതിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ടെക്സ്റ്റിലെ പ്രോബ്ലം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ ചെയ്ത പ്രോബ്ലം തന്നെയാണ്. ഇതിനകത്ത് വാല്യൂസ് ഒക്കെ കണ്ടിട്ടുണ്ടോ? H0 തന്നിട്ടുണ്ട്, A തന്നിട്ടുണ്ട്, വോളിയം തന്നിട്ടുണ്ട്, MS എന്ന് പറഞ്ഞ് മാസ് ഓഫ് സോളിഡ് തന്നിട്ടുണ്ട്, G തന്നിട്ടുണ്ട്, വാട്ടർ കണ്ടന്റ് എന്ന് പറഞ്ഞ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം അവസാനം കിട്ടുന്ന സാമ്പിളിന്റെ വാട്ടർ അൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം അതിന്റെ ഫൈനൽ വാട്ടർ കണ്ടന്റ് ആണ് 24.90. ഞാൻ പറഞ്ഞതുപോലെ തന്നെ റീഡിങ് തന്നിട്ടുണ്ട്, ഡയൽ ഗേജ് റീഡിങ് തന്നിട്ടുണ്ട്, ചേഞ്ച് ഇൻ തിക്നെസ് കണ്ടുപിടിച്ചു. ആദ്യം നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ വാല്യൂസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള വാല്യൂ ആണ്, അത് വെച്ചിട്ട് നമ്മൾ HS കണ്ടുപിടിക്കും. HS MS 190.24 ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. G എന്ന് പറയുന്നത് 2.67 ആണ്. റോ W നമ്മൾ ഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയറിലാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ 1 ഇട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ
kN/m²-ലൊക്കെ ആണെങ്കിൽ നമ്മൾ എടുക്കുന്നത് 10 ആണ്, കിലോഗ്രാമിലാണെങ്കിൽ 1000 ആണ്. നമ്മൾ യൂണിറ്റ് അനുസരിച്ചാണ് എടുക്കുന്നത്. ഇൻറ്റു 1/50 എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. സോ ഇതിനകത്തേക്ക് തന്നിട്ടുണ്ട് 50 എല്ലാം സെന്റിമീറ്റർ² ആയതുകൊണ്ടാണ് നമ്മൾ 1 gram/cm² ആ യൂണിറ്റിലുള്ള എടുത്തത്. അപ്പോൾ 1.425 സെന്റിമീറ്റർ എന്നിടും. നമുക്ക് MM-ലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് 14.25. ഇതാണ് HS. ഈ ക്വസ്റ്റിനെ സംബന്ധിച്ച് HS എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ HS കിട്ടി. അപ്പോൾ HS കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ ഓരോ വാല്യൂസും ΔH കണ്ടുപിടിച്ചു. ΔH എന്ന് പറഞ്ഞാൽ ഇത്രയും കുറവുണ്ട്. അപ്പോൾ ഇനീഷ്യൽ വാല്യൂ 25 ആണ്. 25 മൈനസ് 0.08 അതാണ് 24. പിന്നെ 24.2 മൈനസ് 0.12 ആണ് 24.80. 24.80 മൈനസ് ഇത് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഓരോ വാല്യൂസ് കിട്ടും. H മൈനസ് HS, ഇത് H ആണ്. HS എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. എല്ലാത്തിൽ നിന്നും ആ കോൺസ്റ്റന്റ് വാല്യൂ ഇവിടെ 14 സംതിങ് ആണ്. 25 മൈനസ് 14 സംതിങ് 24.92 അതാണ് ഈ വാല്യൂ H മൈനസ് HS. അപ്പോൾ നമുക്ക് കിട്ടും ഓരോ അപ്ലൈഡ് സ്ട്രെസ്സിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള കിട്ടും. ഇത് ഈ കാര്യം ചെയ്യുന്നതെന്ന് നമുക്ക് ഡയൽ ഗേജ് റീഡിങ്ങിൽ നിന്നും ചേഞ്ച് ഇൻ തിക്നെസ് ആണ് കിട്ടുന്നത്. നമുക്ക് ഓയിഡ് റേഷ്യോ വേണം ഓരോ വാല്യൂവിലും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചേഞ്ച് ഇൻ കമ്പ്യൂട്ടേഷൻ ഓഫ് ഓയിഡ് റേഷ്യോ ബൈ ഹൈറ്റ് ഓഫ് സോളിഡ് മെത്തേഡ് എന്നാണ് പറയുന്നത്. ഇത് തമ്മിൽ ഗ്രാഫ് വരച്ചിട്ടാണ് നമ്മൾ ഫൈനൽ റിസൾട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഇവിടം വരെയും കണ്ടുപിടിക്കുന്ന കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. റിസൾട്ട് വരയ്ക്കുന്ന കാര്യമൊക്കെ നമുക്ക് പിന്നീടാണ് പറയുന്നത്. ഇതാണ് ഹൈറ്റ് ഓഫ് സോളിഡ് മെത്തേഡ്. അപ്പോൾ ഇങ്ങനത്തെ 2 മെത്തേഡ് ഉണ്ട്, ഹൈറ്റ് ഓഫ് സോളിഡ് മെത്തേഡും ചേഞ്ച് ഇൻ വോയിഡ് റേഷ്യോ മെത്തേഡും. അത് നമുക്ക് പറയാം.